ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പുറപ്പാട് പുസ്തകം 36 അധ്യായം 8 മുതൽ 19 വരെയുള്ള തിരുവചന ഭാഗത്തിൽ തിരുനിവാസത്തിൻ്റെ തിരശ്ശീലകളും പുറംമൂടികളും അതീവ കൃത്യതയോടെയും വിശുദ്ധിയോടെയും നിർമ്മിച്ചതിനെക്കുറിച്ചാണ് വിവരിക്കുന്നത്. ഈ തിരുവചന ഭാഗത്തിൻ്റെ പ്രധാന സന്ദേശം ദൈവത്തിനായി ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും വിശ്വസ്തതയും മികവും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. പ്രിയ ദൈവമക്കളെ, നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങളെല്ലാവർക്കും അനുഗ്രഹീതമായ നല്ല ഒരു പ്രഭാതം ആശംസിക്കുന്നു. തീരം ഡെയിലി ബൈബിൾ മെഡിറ്റേഷൻ്റെ ഇന്നത്തെ അനുദിന പ്രഭാത തിരുവചന ധ്യാനത്തിലേക്ക് നിങ്ങളെല്ലാവരെയും ഹൃദയം നിറഞ്ഞ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. ഇന്നത്തെ തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത് ദൈവത്തിനു വേണ്ടി ചെയ്യുന്ന ചെറിയ പ്രവൃത്തി പോലും വിശുദ്ധവും മികച്ചതുമായിരിക്കണം എന്ന സത്യമാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവാം ദൈവമേ, ഈ പുതിയ ദിനത്തിന് തമ്പുരാനെ ഞങ്ങൾ നിന്നോട് നന്ദി പറയുന്നു. ഇന്നത്തെ തിരുവചനത്തിലൂടെ ഞങ്ങളുടെ ഹൃദയങ്ങളെ അവിടുന്ന് പുതുക്കണമേ. അങ്ങയുടെ മഹത്വത്തിനായി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ആത്മാർത്ഥതയും വിശ്വസ്തതയും നൽകണമേ. ഞങ്ങളുടെ ജീവിതം അങ്ങയുടെ വിശുദ്ധ സന്നിധിക്ക് യോജിച്ച ഒരാലയമായി തീരട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, ആമേൻ. പുറപ്പാട് പുസ്തകം 36 അധ്യായം 8 മുതൽ 19 വരെയുള്ള തിരുവചന ഭാഗം. പണി ചെയ്യുന്നവരിൽ ജ്ഞാനികളായ എല്ലാവരും പഞ്ഞിനൂൽ, ധൂമ്രനൂൽ, ചുവപ്പുനൂൽ എന്നിവ കൊണ്ട് 10 മൂടുശീല കൊണ്ട് തിരുനിവാസമുണ്ടാക്കി. നെയ്ത്തുകാരൻ്റെ ചിത്രപ്പണിയായ കെരൂബുകളുള്ളതായി അതിനെ ഉണ്ടാക്കി. ഓരോ മൂടുശീലയ്ക്കും 28 മുഴം നീളവും ഓരോ മൂടുശീലയ്ക്കും 4 മുഴം വീതിയും ഉണ്ടായിരുന്നു. എല്ലാ മൂടുശീലകൾക്കും ഒരു അളവ് തന്നെ. 5 മൂടുശീല ഒന്നോടൊന്ന് ഇണച്ചു, മറ്റേ 5 മൂടുശീലയും ഒന്നോടൊന്ന് ഇണച്ചു. അങ്ങനെ ഇണച്ചുണ്ടാക്കിയ ഒന്നാമത്തെ വിരിയുടെ അറ്റത്തുള്ള മൂടുശീലയുടെ വിളുമ്പിൽ നീല നൂലുകൊണ്ട് കണ്ണികൾ ഉണ്ടാക്കി. രണ്ടാമത്തെ വിരിയുടെ പുറത്തെ മൂടുശീലയുടെ വിളമ്പിലും അങ്ങനെ തന്നെ ഉണ്ടാക്കി. ഓരോ മൂടുശീലയിൽ 50 കണ്ണി ഉണ്ടാക്കി. രണ്ടാമത്തെ വിരിയുടെ പുറത്തെ മൂടുശീലയുടെ വിളുമ്പിലും 50 കണ്ണി ഉണ്ടാക്കി. കണ്ണികൾ നേർക്കുനേരെയായിരുന്നു. അവൻ പൊന്നുകൊണ്ട് 50 കൊളുത്തും ഉണ്ടാക്കി. കൊളുത്തുകൊണ്ട് മൂടുശീലകളെ ഒന്നോടൊന്ന് ഇണച്ച് അങ്ങനെ തിരുനിവാസം ഒന്നായി തീർന്നു. തിരുനിവാസത്തിന്മേൽ മൂടുവിരിയായി കോലാട്ടുരോമം കൊണ്ടുള്ള മൂടുശീലകൾ ഉണ്ടാക്കി. 11 മൂടുശീലയായി അവയെ ഉണ്ടാക്കി. ഓരോ മൂടുശീലയ്ക്കും 30 മുഴം നീളവും ഓരോ മൂടുശീലയ്ക്കും 4 മുഴം വീതിയും ഉണ്ടായിരുന്നു. മൂടുശീല 11ലും ഒരളവ് തന്നെ. അവൻ 5 മൂടുശീല ഒന്നായും 6 മൂടുശീല ഒന്നായും ഇണച്ചു. ഇങ്ങനെ ഇണച്ചുണ്ടാക്കിയ ഒന്നാമത്തെ വിരിയുടെ അറ്റത്തുള്ള മൂടുശീലയുടെ വിളമ്പിൽ 50 കണ്ണിയും രണ്ടാമത്തെ വിരിയുടെ അറ്റത്തുള്ള മൂടുശീലയുടെ വിളുമ്പിൽ 50 കണ്ണിയും ഉണ്ടാക്കി. കൂടാരം ഒന്നായിരിക്കേണ്ടതിന് അത് ഇണയ്ക്കുവാൻ താമ്രം കൊണ്ട് 50 കൊളുത്തുമുണ്ടാക്കി. ചുവപ്പിച്ച ആട്ടുകൊറ്റൻ തോൽ കൊണ്ട് കൂടാരത്തിന് ഒരു പുറം മൂടിയും അതിൻ്റെ മീതെ തകശു തോൽ കൊണ്ട് ഒരു പുറം മൂടിയും അവൻ ഉണ്ടാക്കി. ആമീൻ, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇന്നത്തെ ഈ തിരുവചനത്തിൽ തിരുനിവാസത്തിൻ്റെ തിരശ്ശീലകൾ ആട്ടുരോമം കൊണ്ടുള്ള മൂടികൾ, ചുവപ്പ് നിറം പൂശിയ ആട്ടുകൊറ്റൻ്റെ തോലുകൾ, പുറം മൂടികൾ എന്നിവ കർത്താവ് നിർദ്ദേശിച്ചതുപോലെ കൃത്യമായി നിർമ്മിച്ചതായി ഈ തിരുവചന ഭാഗം നമ്മോട് പറയുന്നു. ഈ തിരുവചന ഭാഗം നമ്മെ ഒരു പ്രധാന ആത്മീയ സത്യം പഠിപ്പിക്കുന്നു. ദൈവം വെറും ഫലത്തെ മാത്രമല്ല, നാം ചെയ്യുന്ന പ്രവൃത്തിയുടെ വിശ്വസ്തതയും ശ്രദ്ധിച്ച് അതിനെ വിലമതിക്കുന്നു എന്നുള്ളതാണ്. ഓരോ നൂലും ഓരോ കണ്ണിയും ഓരോ തിരശ്ശീലയും ദൈവം പറഞ്ഞതുപോലെ തന്നെ നിർമ്മിക്കപ്പെട്ടു. ഇത് നമ്മുടെ ജീവിതത്തിലും ബാധകമാണ്. നാം ചെയ്യുന്ന ജോലി, നമ്മുടെ കുടുംബ ജീവിതം, നമ്മുടെ ശുശ്രൂഷ, നമ്മുടെ പ്രാർത്ഥന,
ഇവയെല്ലാം ദൈവത്തിനായാണ് എന്ന് മനസ്സിലാക്കി ഏറ്റവും നല്ല രീതിയിൽ ചെയ്യണം. വിശ്വസ്തത ഏറ്റവും ചെറിയ കാര്യത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ദൈവം ഇന്ന് നമ്മോടും ചോദിക്കുന്നു, നീ ചെയ്യുന്ന കാര്യങ്ങളിൽ ആത്മാർത്ഥതയുണ്ടോ? ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ടാണോ നീ ജീവിക്കുന്നത്? നിന്റെ ജീവിതം ദൈവത്തിന് യോജിച്ച ഒരു വിശുദ്ധ ആലയമാണോ? പ്രിയ ദൈവമക്കളെ, ദൈവത്തിന് സമർപ്പിച്ച ജീവിതം ഒരിക്കലും വ്യർത്ഥമാവുകയില്ല. ഒരു നിമിഷം നമുക്ക് നമ്മുടെ കണ്ണുകൾ അടച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥ പിതാവാം ദൈവമേ, ഞങ്ങളുടെ ജീവിതം അങ്ങയുടെ വിശുദ്ധ ആലയമാക്കി തീർക്കണമേ. അങ്ങേയ്ക്കായി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ആത്മാർത്ഥതയും മികവും നൽകണമേ. അലസതയിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ. വിശ്വസ്തരായ ദാസന്മാരായി ജീവിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെയും ജോലികളെയും ശുശ്രൂഷകളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഈ ദിവസം മുഴുവൻ അങ്ങയുടെ കൃപയിൽ ഞങ്ങളെ നടത്തണമേ. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ, ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ജീവിതം അവിടുത്തെ മഹത്വം വെളിപ്പെടുത്തുന്ന വിശുദ്ധ ആലയമായി തീരട്ടെ. അവിടുത്തെ സമാധാനവും കൃപയും എപ്പോഴും നിങ്ങളെല്ലാവരോടും കൂടെ എന്നും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ.